അപ്പോഴേ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് താമസിച്ച് എഴുന്നേറ്റത്. അതിനെനിക്കൊരു മുട്ടൻ പണിയും കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പണി എന്തോന്ന് ഞാൻ പുറവാലെ പറയാം. പിന്നെ രാവിലെ എഴുന്നേറ്റ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മിക്കുവിനെയൊക്കെ അയച്ചിട്ട് ദേണ്ട മിറ്റം കിടക്കുന്നുണ്ടോ. എത്ര തൂത്തിട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ ഭയങ്കരം കരിയിലാവും. എനിക്ക് പണി ഉണ്ടാക്കി തന്ന ആളായിരിക്കുന്നു. ഇന്ന് മാത്സിന് ട്യൂഷനുണ്ട് കേട്ടോ. അതെന്നോട് ഇന്നലെ പറഞ്ഞില്ല. അപ്പോൾ ശനിയും ഞാനും മാത്സിൻ്റെ ട്യൂഷനുണ്ട്. അപ്പം സാറിന് സമയം പോലെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ട്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നലെ ഇന്ന സമയമാണെന്ന് എന്നോട് ഇവൾ പറഞ്ഞില്ലായിരുന്നു. അവിടെ ക്ലാസ്സിൽ ഒരു കൂട്ടുകാരിയുണ്ട് അവിടെ കൂടെ. അത് മെസ്സേജ് ഇട്ടു ഇന്ന് രാവിലെ 9 മണിക്കാണ് ട്യൂഷൻ. അവൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് അവളത് കണ്ടേച്ചു പോയി. പക്ഷേ അത് എന്നോട് പറഞ്ഞെങ്കിലല്ലേ ഞാനറിയാം. അതിനനുസരിച്ചല്ലേ എനിക്ക് രാവിലെ ഒന്ന് റെഡി ആവാൻ പറ്റും. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. ഓപ്പൺ ആക്കാതെ കിടക്കുന്നതല്ലേ നമ്മളത് തുറന്നു നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനിത് കണ്ടില്ല. പിന്നെ ആകെ 8:30 ആയപ്പോഴാണ് അവൾ എന്നോട് പറയുന്നത് 9 മണിക്കാണ് ട്യൂഷൻ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് കലിപ്പായിപ്പോയി. കാരണം ചായയൊക്കെ കുടിച്ച് ഞാൻ അവിടെ അങ്ങ് കുറേ നേരം ഇരുന്നു. പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ചപ്പാത്തിയും ബുർജിയൊക്കെ ഉണ്ടാക്കി. ആഷ്മിക്ക് 9 മണിക്ക് ട്യൂഷൻ എന്നറിയാം. കാരണം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതായിരുന്നു. അങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിലായിട്ട് നമുക്കത് പ്രശ്നവും. അവൾ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ തിന്നിട്ടങ്ങ് പൊക്കോളും. തന്നെയല്ല, കുക്കറിൽ നമ്മൾ തലേന്ന് അരി വേവിച്ചിടുന്നത് പിന്നെ 1 മണിക്കൂർ വെന്താൽ മതി. നമുക്ക് അതും അടുപ്പത്തിട്ടിച്ച് പോകാൻ പറ്റത്തില്ല. വരുമ്പോഴത്തേക്കിനും അത് കലങ്ങിപ്പോവും. എന്തായാലും ഒരുവിധം പിന്നെ സാറിനോട് വിളിച്ച് പറഞ്ഞ് 9 എന്നുള്ളത് 9:30 മണിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് മിറ്റമൊക്കെ തൂത്ത് അത്യാവശ്യം ഞാൻ അവളെ കൊണ്ട് തന്നെ മിറ്റം തൂപ്പിച്ചു കേട്ടോ. അങ്ങനെ കൊള്ളത്തില്ലല്ലോ, അവധി ദിവസമല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുന്നത്. അങ്ങനെ മിറ്റമൊക്കെ തൂത്തു. അങ്ങനെ ചപ്പാത്തിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. 9:25 ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ കൂടെയുള്ള കുട്ടിയുടെ അമ്മയ്ക്ക് അവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ജോലി ചെയ്യും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞായിരുന്നു നേരത്തെ ചെല്ലണേന്ന്. അങ്ങനെ ഞങ്ങൾ ധൃതി പിടിച്ച് പോവുക. കാരണം അതിന് കൊച്ചിനെ കൊണ്ടുവന്നിട്ട് വേണം അതിന് ജോലിക്ക് കയറാനായിട്ട് സ്കൂളിൽ. അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ അമ്മയ്ക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്തു. കടയിൽ ഇറങ്ങി ചപ്പാത്തിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ സ്പീഡിലാണ് പോയത് കേട്ടോ. കാരണം സമയം പോയെന്നും പറഞ്ഞ്. എനിക്കറിയാം സാർ എന്തായാലും കറക്റ്റ് സമയത്ത് വരത്തില്ലെന്നറിയാം കേട്ടോ. ചില സമയം നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ സാർ വരും, ചില സമയം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും കൂടുള്ള കുട്ടിയും ഒന്നും വന്നില്ല കേട്ടോ. ഞങ്ങളവിടെ ചെന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ വന്നത്. തന്നെയല്ല, വീട്ടിലും ഒന്നും ആയില്ല. ഞാനൊന്നും കഴിച്ചില്ല. എനിക്കാണെങ്കിൽ അങ്ങ് വിശന്ന് കുടല് കരിയുമായിരുന്നു. കാരണം ഞാനിവിടെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ താമസമാകും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. ഞാനാകെ കലിപ്പിലായിരുന്നു കേട്ടോ. അവളോട് അങ്ങ് ദേഷിച്ച് പോകുമായിരുന്നു ഞാൻ. കാരണം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ വീട്ടമ്മമാരോട് നേരത്തെ പറഞ്ഞെങ്കിലും നമുക്ക് അതിനനുസരിച്ചൊന്ന് റെഡിയാകാൻ പറ്റൂ. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് കുളിച്ചൊരുങ്ങി വല്ലതും കഴിച്ചങ്ങ് പോയാൽ മതി. നമുക്കതുപോലല്ലല്ലോ. ഒരു വീട് വിട്ടേച്ച് പോകുമ്പോൾ പല പല കാര്യങ്ങളില്ലയോ. അങ്ങനെ പിന്നെ ഏതാണ്ടതാ കൂട്ടുകാരി അതിൻ്റെ അമ്മ കൊണ്ടുവന്ന് വിട്ടേച്ച് എന്നെ ഏൽപ്പിച്ചങ്ങ് പോയി. സ്കൂളിൽ ജോലിക്ക് കയറേണ്ടതുകൊണ്ടേ അവർക്ക് 9:30 കയറണം. എന്നിട്ടൊന്ന് ലേറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സാറ് 9:30 എന്ന് പറയുന്നത് സാറ് വന്നപ്പോൾ 10 മണിയായി കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങ് വിശന്നങ്ങ് സത്യം പറഞ്ഞാൽ ഞാനങ്ങ് വല്ലാണ്ടായി. ഇപ്പോൾ എല്ലാം പെണ്ണ് കാരണമാണ്. ഈ പെണ്ണ് നേരത്തെ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഞാൻ രാവിലെ അതിനനുസരിച്ച് നമ്മൾ റെഡിയാവില്ല. സാധാരണ പിള്ളേർ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അവരോടൊപ്പം ഞാനിങ്ങനെ ചിരിച്ചും പറഞ്ഞൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഒന്നിനും പറ്റത്തില്ലായിരുന്നു. എനിക്കങ്ങ് അത്രയ്ക്കങ്ങ് വിശന്നായിരുന്നു. അങ്ങനെ ലാസ്റ്റ് 10 മണിയായപ്പോൾ സാറ് ക്ലാസ് 1 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് പാവയ്ക്ക് മീനൊക്കെ മേടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ പെട്ടെന്ന് ഏകദേശം 10:15 വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് അടുത്ത ചിക്കൻ കടയിൽ നിന്ന് അണ്ണം വിളിക്കുന്നു. ചിക്കൻ്റെ പാർട്സൊക്കെ വേണമെന്ന്. അപ്പോൾ ഈ ഹോട്ടലിൽ ഓർഡറും ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ പാർട്സ് വെറുതെ ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ തിന്നത് അവിടെ ഇട്ടേച്ചും അടച്ചു വെച്ചും പോയി. അതും എടുത്ത് മിക്കുവിനൊക്കെ കുറച്ച് ചിക്കൻ കാലും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. അതൊന്നും ഇന്ന് എടുക്കുന്നില്ല, നാളെ എടുക്കുന്നുള്ളൂ. ഏകദേശം ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഏകദേശം 11 മണി ഞാൻ കൂട്ടാൻ വയ്ക്കാൻ അടുക്കള കയറിയപ്പോഴത്തേക്കിനും. പിന്നെ പെട്ടെന്ന് ഞാനൊരു ഉള്ളിയും തമ്പരയും പുളിയും വെച്ച് പാവയ്ക്കയും മെഴുക്കുവരട്ടി മീനൊക്കെ കണ്ടിച്ച് വറുത്ത് അങ്ങനെ 12:50 ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി. എല്ലാവർക്കും മിക്കുവിനൊക്കെ ചോറൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോൾ 12:50. അങ്ങനെ അമ്മ കടയിൽ പോയിട്ട് വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചക്ക എടുക്കുന്ന കണ്ട്. അങ്ങനെ 5-6 ചക്കച്ചോള. ഈ വർഷത്തെ ആദ്യത്തെ ചക്കച്ചോളയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. ഇവിടെ ചക്കയൊന്നും വീണിട്ടില്ല ഇപ്രാവശ്യം. ഇഷ്ടംപോലെ ചക്ക വരുമായിരിക്കും. അങ്ങനെ മധുരമില്ലെന്നും പറഞ്ഞ് ആഷ്മി അത് ഇട്ടേച്ച് പോയി. ആഷ്മിക്ക് 11:30 ആയപ്പോൾ ആഷ്മി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ 1:30 മുതൽ ടിവിയുടെ മുന്നിൽ കയറിയത്. പിന്നെ ഞാൻ ഒരുങ്ങി അവളെ വിളിക്കാൻ പോയി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവം 1 മണി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് 1 മണിക്ക് മുന്നേ വിടും, ചില സമയം 1 മണി കഴിഞ്ഞേ വിടട്ടോ. ഇന്നെന്തായാലും 1:30 വിട്ടപ്പം കേട്ടോ. എന്തായാലും ഞാൻ ഇത്രയും ധൃതി ഞാൻ ഒരു സമയം റെസ്റ്റ് എടുത്തിട്ടില്ല. റെസ്റ്റ് എടുത്തായിരുന്നു ഇത് 9 മണിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് അറിയുന്നതിന് മുന്നേ. അതിനുശേഷം ഞാൻ നിലത്തിരുന്നിട്ടില്ല. കാരണം അത്രയ്ക്ക് അങ്ങ് ജോലിയില്ല ഒരു വീട്ടിൽ. അങ്ങനെ ആ പെണ്ണ് കാരണം ഇന്ന് ഓട്ടമായിരുന്നു. അപ്പം ജുവലിൻ്റെ അമ്മ ജോലിയിലായതുകൊണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ജുവലിനെ കൂടെ വിളിച്ച് സ്കൂളിലോട്ടൊന്ന് വിട്ടേക്കണേന്ന്. അപ്പം നമ്മൾ വരുന്ന വഴിക്കില്ലേ സ്കൂൾ. അങ്ങനെ
ജുവലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ കാറും കൊണ്ട് പോയി വിളിച്ചു. ആഷ്മി വന്നില്ല. ആഷ്മിക്ക് പരീക്ഷ കേട്ടോ, അടുത്ത ആഴ്ച പരീക്ഷയുണ്ട്. ഹിന്ദി പഠിക്കാനായിട്ട് അപ്പുറത്ത് ഇന്ദു ചേച്ചിയുടെ വീട്ടിലോട്ട് പോയേക്കുക. അപ്പോൾ ഇന്ദു ചേച്ചി ഹിന്ദിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അവൾക്ക് ഹിന്ദിയൊന്നും വലുതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല ഹിന്ദിക്ക്. അങ്ങനെ ജുവലിനെയും ലച്ചുവിനെയും ഇപ്പം 1:30 അവരെ ട്യൂഷൻ കഴിഞ്ഞ് വിട്ടപ്പം. ഇവർക്ക് ജനുവരി 23 8ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം തുടങ്ങും കേട്ടോ. സെക്കൻഡ് സെമസ്റ്റർ ലാസ്റ്റ് പരീക്ഷ തുടങ്ങും 8ാം ക്ലാസ്സിൽ. കാരണം നേരത്തെ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ധൃതി പിടിച്ച് ട്യൂഷൻ എടുക്കുന്നത് കുറച്ച് തീർക്കാനുണ്ട്. സാറിന് വേറെ സ്കൂളിൽ ജോലിയുള്ളതാണ്. അപ്പോൾ സാറിന് സമയം പ്രതി ഒരുപാട് ട്യൂഷനുള്ളതാണ്. അപ്പോൾ സമയം പ്രതിയെ സാറ് ക്ലാസ് എടുക്കത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ ഇപ്പോൾ പോയത്. ഇല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ട്യൂഷൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് 23-ാം തീയതി പരീക്ഷ തുടങ്ങിയിട്ട് ഫെബ്രുവരി പകുതി ആകുമ്പോഴത്തേനും പരീക്ഷ 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിലെ ക്ലാസ് നേരത്തെ തുടങ്ങും. ധൃതി പിടിച്ചുള്ള ഇതായതുകൊണ്ട് ലച്ചുവും ഒരു ചപ്പാത്തി കഴിച്ചിട്ടങ്ങാണ്ടാണ് രാവിലെ പോയത് കേട്ടോ. സാറിന് ഇത്ര സമയം എടുക്കുമെന്ന് വിചാരിച്ചില്ല. സാറിന് ഇന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് നേരം എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നാളെയും കാണും. കാരണം ഇനിയിപ്പോൾ 2-3 ക്ലാസ്സുകളൊക്കെ കാണും. കാരണം ഈ വർഷം കഴിഞ്ഞില്ലേ. പിന്നെ ജുവലിനെ സ്കൂളിൽ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ ലച്ചുവിനെ അങ്ങ് വിശന്ന് കുടൽ എരിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്നേരം അങ്ങ് പോയി. കാരണം റമ്മയോട് പറഞ്ഞേക്കാൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങുന്നൊന്നുമില്ല, പറഞ്ഞിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ വ്ളോഗ് ചെയ്ത് പരിചയമൊന്നുമില്ല കേട്ടോ. എൻ്റെ വോയിസ് ആയാലും എൻ്റെ ഈ പറച്ചിലായാലും അതിനകത്തൊക്കെ പോരായികൾ ഒരുപാടുണ്ടെന്നറിയാം, ശരിയാവുന്നില്ലെന്നറിയാം. എന്നാലും എൻ്റെ ശൈലി ഇതാണ്, എൻ്റെ രീതി ഇതാണ്, നമ്മളിങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.